ശബരിമല ക്ഷേത്രനടയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി പിന്നീട് കൊണ്ടുവച്ചു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എങ്ങനെ ഇത് കൊടുത്തുവിട്ടുന്ന കാര്യത്തിൽ വലിയ ദുരൂഹതകളുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ശബരിമലയിലെ ദേവസ്വം കമ്മീഷണറായിരുന്ന ശ്രീ രാധാകൃഷ്ണനാണ്. എന്താണ് ശരിക്കും 2019 സംഭവിച്ചത്? അതായത് 2019 5-ാം മാസത്തിലാണ് ഈ ഓർഡർ ഇറക്കുന്നത് ബോർഡിന്റെ. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇത് ഇളക്കി കൊടുക്കണമെന്നും ചെമ്പ് എന്നാണ് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ചെമ്പ് ഇളക്കി കൊടുക്കണമെന്നും അത് തിരിച്ച് തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ, തിരുവാഭരണം കമ്മീഷണറാണ് എന്റെ പോസ്റ്റ്, അപ്പൊ ആ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ പൂശണമെന്നും തിരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളെല്ലാം നടന്നിരിക്കുന്നത്. ഇളക്കി കൊണ്ടുപോകുന്നതിനും തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം വേണം. ആ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ വേണം അത് ഇളക്കിയെടുത്ത് തൂക്കി വെയിറ്റ് നോക്കി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേണം കൊടുക്കാനെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചെല്ലുന്നതിന് മുമ്പാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. ജൂലൈ മാസം 19-നും 20-നുമാണ് ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് 2019. ഞാൻ ചെല്ലുന്നത് 5-8 ഞാൻ അവിടെ പ്രവേശിക്കുന്നത് തിരുവാഭരണ കമ്മീഷണറായിട്ട്. അപ്പൊ ഞാൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ, ഇങ്ങനെ കൊണ്ടുപോയതും വന്നതും ഓർഡർ കൊടുത്തതും ഒന്നും ഞാൻ അറിയുന്നില്ല. അങ്ങേക്ക് മുമ്പുണ്ടായിരുന്ന കമ്മീഷണർ സമയത്ത് ഉണ്ടായിരുന്നു ഇടയിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ? ആ കമ്മീഷണർ സാന്നിധ്യത്തിൽ വേണമല്ലോ ഇളക്കാനായിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത്. പിന്നെ പുള്ളി അവിടെ പോയി പ്രസന്റ് ഉണ്ടോ, പുള്ളി രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ടോ, മാസ്റ്റർ എഴുതിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ അതിനുശേഷം 5-8 പ്രവേശിച്ചതിന് ശേഷം 29 ആ മാസം ആഗസ്റ്റ് ലാസ്റ്റ് 28-നാണ് ഞങ്ങളുടെ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇങ്ങനെ സാധനം കൊണ്ടുപോയിരിക്കുകയാണ്, അത് പൂശാൻ നമ്മുടെ സാന്നിധ്യം വേണമല്ലോ, അവിടെ ചെല്ലണമെന്ന്. അങ്ങനെ 29-ാം തീയതി രാവിലെ അവിടെ ചെല്ലുകയാണ് ചെന്നൈയിൽ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ. അവിടെ ചെന്ന് ഈ സ്വർണം പൂശുന്നതിന് മുമ്പ് ഈ തകിട് ചെമ്പായിരുന്നു കംപ്ലീറ്റ്. അതിന്റെ വെയിറ്റ് എടുത്ത് മഹസർ തയ്യാറാക്കി എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഓഫീസ്, ഞാന്, എന്റെ സൂപ്രണ്ട് സ്മിത്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റി, അവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എല്ലാവരും കൂടെ ചേർന്ന് മഹസർ തയ്യാറാക്കി ഒപ്പിട്ടിട്ട് ഇത് സ്വർണം പ്ലേറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ്. പ്ലേറ്റ് ചെയ്ത് നമ്മുടെ സാന്നിധ്യത്തിൽ പ്ലേറ്റ് ചെയ്ത് കിട്ടുകയാണ്. കിട്ടിയതിന് ശേഷം വീണ്ടും തൂക്കുകയാണ്. അല്ല, പിറ്റേ ദിവസം 30 അത് കിട്ടി അന്ന് തന്നെ അത് പ്ലേറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം വീണ്ടും വെയിറ്റ് എടുക്കുമ്പോൾ അതിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു 14 ഷീറ്റ് എങ്ങാണ്ട് ഉണ്ട് ഇതിന്റെ പാർട്ടുകൾ, ഓരോ പാർട്ടായിട്ടാണ്. അപ്പൊ അത് 14 പ്രത്യേകം എഴുതും, ഓരോ പാർട്ടിനും എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെല്ലാം എഴുതി രണ്ടാമത് ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്ത് അത്രയും സ്വർണ്ണമാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് ആ മഹസർ ക്ലോസ് ചെയ്ത് നമ്മുടെ ജോലി കഴിഞ്ഞു, തിരുവാഭരണ കമ്മീഷണർ ജോലി കഴിഞ്ഞു. ശബരിമലയിൽ കൊണ്ടുപോയതിന്റെ വെയിറ്റ് അത് പരിശോധിച്ചില്ലേ? ചെമ്പാണ്. അല്ല, അത് നമ്മൾ അവിടെ പോയി എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു പരിശോധന ഞാൻ നടത്തേണ്ട കാര്യമില്ലല്ലോ. എവിടത്തെ സ്വർണം പൂശിയിരുന്നതല്ലേ? അപ്പൊ അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അവിടുത്തെ പൂശിയിരുന്നതാണോ അല്ലേ എന്നുള്ളത് അവിടുത്തെ രജിസ്റ്ററിലെ പരിശോധന നടത്തിയാലേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞാനും പറയുന്നത്. അപ്പൊ അത് ദേവസ്വത്തിൽ ഏതൊരു സാധനം വന്നില്ല തന്നെ ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്യണമെന്നാണ്. അത് എൻട്രി ചെയ്തിട്ടുണ്ടോ, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ, എങ്കിൽ പിന്നെ ഈ വിവാദം ഒന്നും വരില്ല. അത് പൂശിയിട്ടുണ്ടെങ്കിൽ, പൂശിയതായിട്ട് എഴുതി സ്വർണം പൂശിയ സാധനമാണെന്നും പറഞ്ഞ് വെയിറ്റ് എഴുതി ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് ചെമ്പെന്ന് എഴുതാൻ പറ്റൂലല്ലോ, അത് സ്വർണ്ണമായിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഇതെങ്ങനെ സ്വർണം ചെമ്പായി? അത് സ്വർണ്ണമാണെങ്കിൽ, അത് രജിസ്റ്റർ ചേർത്തിട്ടില്ലെങ്കിൽ അന്വേഷിക്കണം. അത് ഗുരുതരമായ. താങ്കൾ അവിടെ പോകുമ്പോ ഇത് ചെമ്പ് തകിടാണ്, ചെന്നൈയിൽ കാണുമ്പോൾ ചെമ്പ് തകിടായിരുന്നു. നേരത്തെ വിജയമല്യ സ്വർണം പൂശി എന്ന് പറയുന്ന അതേ സംഭവങ്ങളല്ലേ ഇത്? വിജയമല്യ സ്വർണം പൂശിയതെന്ന് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പൂശിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് 99-ൽ സ്വർണം പൂശിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നതേ ഉള്ളൂ. അപ്പൊ അത് പൂശിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവിടുത്തെ രജിസ്റ്റർ നോക്കിയാലേ അത് പരിശോധിക്കാൻ പറ്റുള്ളൂ. അത് പരിശോധനാ ഉദ്യോഗസ്ഥര് ഇപ്പം ജുഡീഷ്യൽ അന്വേഷണം വരുന്നു, അവർ പരിശോധിക്കും. SP പോയി പരിശോധിച്ചു. അപ്പൊ അവര് പരിശോധിക്കുമ്പോൾ എന്താണോ കാണുന്നത് അത് അടിസ്ഥാനപ്പെടുത്തിയേ നമുക്ക് ഇതിനെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. സാർ അത് കാണുമ്പോ ഈ കൊണ്ടുപോയ തകിടില്ലേ, അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടാണോ? അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇല്ല, അതൊന്നുമില്ല. അത് പാക്ക് പൊട്ടിച്ച് എങ്ങനെയത് ഏത് രൂപത്തിലാണ് ഓപ്പൺ ആയിട്ട് അവിടെ മേശപ്പുറത്ത് വെച്ചിരിക്കുക ഈ സാധനം. അപ്പൊ നമുക്കത് കാണാമല്ലോ, ഓരോ പാർട്ടായിട്ടല്ലേ എടുക്കുന്നത്. കയ്യ്, കാല്, നെഞ്ച്, തൊട, പാദം, അങ്ങനെ ഓരോ പാർട്ടായിട്ട് 10-14 പാർട്ടുണ്ട്. ഈ 14 ഓരോ പാർട്ടും എടുത്ത് തൂക്കും. ചെന്നൈ കാണുമ്പോൾ ചെമ്പ് ചെമ്പിനെ തൂക്കി, അതാണ് നമ്മുടെ ഡ്യൂട്ടി, ചെമ്പാണല്ലോ. അപ്പൊ സ്വർണ്ണമാണെങ്കിൽ ഞാൻ ചോദിക്കില്ല പിന്നെ എന്തിനാ ഇത് കൊണ്ടുവന്നതെന്ന്. റിപ്പയറിങ്ങിന് വീണ്ടും ആ സ്വർണ്ണത്തിന്റെ അളവ് നമ്മൾ തൂക്കി നോക്കുമല്ലോ എത്ര ഉണ്ടെന്ന്. പിന്നെ അത് റിപ്പയർ ചെയ്തതിന് ശേഷം തൂക്കി നോക്കും. ഇതിപ്പോ അതിന്റെ ആവശ്യം വന്നില്ല, ചെമ്പായിരുന്നു. ചെമ്പ് തൂക്കി വെയിറ്റ് എടുത്തു, രണ്ടാമത് പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തു, പ്ലേറ്റ് ചെയ്ത് തിരിച്ചു കിട്ടി, വീണ്ടും വെയിറ്റ് എടുത്തു. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സ്വർണം. ശരിക്കും ആ സ്വർണം റെക്കോർഡ് ചെയ്യാണ്, മഹസർ എഴുതാണ്. ഓർമ്മയുണ്ടോ? അത് ഏകദേശം 394.100 ഗ്രാമാണ്. അതായത് ഏകദേശം ഒരു 49 പവൻ വരും. പവൻ കണക്കാക്കുകയാണെങ്കിൽ 8 കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ 49 പവനോളം വരും. അത് സംതിങ് ചെറുത്.
അന്ന് ഈ പീഡം ഉണ്ടായിരുന്നോ ശരിക്കും? അതിനകത്ത് അന്ന് പീഡമൊന്നുമില്ല. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പീഡങ്ങളേ ഉള്ളൂ, ഇതിനകത്ത് വരുന്ന ഓരോ ചേർച്ചയിൽ വരുന്ന പീഡങ്ങൾ, അല്ലാതെ വേറെ അഡീഷണൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലെ രണ്ട് പീഡങ്ങൾ പോറ്റി അയാൾ തന്നെ വെളിപ്പെടുത്തിയതല്ലേ അയാൾ അഡീഷണൽ ആയിട്ട് ഒരു പീഡം കൊടുത്തു എന്ന്. ഇപ്പൊ എല്ലാരും പറഞ്ഞു, എനിക്ക് ആ വാർത്തയാണ് എനിക്ക് അറിയപ്പെടുന്നത്. ഞാനും അത് ചോദിച്ചു, ഇങ്ങനെ ഒരു പീഡം അയാൾ എന്തിനു കൊണ്ട് കൊടുത്തു? അപ്പൊ അയാൾ കൊണ്ട് കൊടുത്തപ്പം ഫിറ്റ് ചെയ്ത് ചേരാതെ വന്നപ്പോ ഈ പീഡം അയാൾ തിരിച്ചു കൊണ്ടുപോയി. അത് അഡീഷണൽ അവിടെ പീഡമൊന്നുമില്ലായിരുന്നു. അന്ന് നമ്മൾക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടുത്തെ സ്ഥാപനത്തില് പീഡം ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ചെന്നൈയിൽ പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ 14 പീസുള്ള ഇതിന്റെ ദേഹത്ത് പിടിപ്പിച്ചിരുന്ന 14 പീസ് ചെമ്പ് പീസുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ ചെമ്പ് പീസിനെയാണ് നമ്മൾ സ്വർണം പൂശുന്നതിന് വേണ്ട നേതൃത്വം കൊടുത്ത് അന്നത് തിരികെ കൊണ്ടുവരുന്നത് എങ്ങനെയായിരുന്നു? നിങ്ങൾ നമ്മൾ മകസർ എഴുതി ഏൽപ്പിക്കുകയാണല്ലോ. തിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് കൊടുക്കണമെന്നല്ലേ ഓർഡറിൽ പറയുന്നത്. എന്നാ കൊണ്ടുവന്നിട്ട് അത് പിന്നെ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ അടുത്ത മാസമാണെന്ന് തോന്നുന്നു, 9 സെപ്റ്റംബറിൽ. എത്ര ദിവസം കഴിഞ്ഞിട്ട്? അത് 11-11 29 30 ഇത് പണി തീരുന്നു. അത് കഴിഞ്ഞിട്ട് 11 ദിവസമോ 20 ദിവസമോ കഴിഞ്ഞപ്പോഴാണ് ഇത് പിന്നെ വീണ്ടും അവിടെ കൊണ്ടുപോകുന്നത്. പണിയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഏൽപ്പിച്ച സാധനം. അപ്പൊ നമ്മൾ കൊടുത്ത മകസറിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള സാധനങ്ങൾ ഫിക്സ് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പിന്നെ മകസർ എഴുതിയിരിക്കുന്നത്. അത് ഒന്ന് വേണമെങ്കിൽ അവർക്ക് അത് തൂക്കി നോക്കാമായിരുന്നു. അതെന്തുകൊണ്ട് തൂക്കിയില്ല? ശബരിമലത്തിൽ തൂക്കി നോക്കി അവർക്ക് വേണമെങ്കിൽ തൂക്കാമല്ലോ. സാർ മാറി. അല്ല, ഞാൻ ഇവിടെ കമ്മീഷണറായിട്ടുണ്ട്. ഞാൻ ആറന്മുളയല്ലേ ഇരിക്കുന്നത്. നമ്മൾ ഇത് അറിയുന്നില്ലല്ലോ, ഇത് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ അറിയിക്കുന്നില്ലല്ലോ. ഇത് അവർ തന്നെ അങ്ങ് ഫിക്സ് ചെയ്യല്ലേ. ഫിക്സ് ചെയ്യുന്നത് അറിയിക്കുന്നില്ല. നമ്മൾ ഇത് ചെയ്തുകൊണ്ട് അതിന്റെ മകസറും പ്രകാരം എന്നും പറഞ്ഞുകൊണ്ട് അവരതങ്ങ് ഫിക്സ് ചെയ്യുന്നു. ഈ ശബരിമലയിൽ നിന്ന് വിലവെടുപ്പുള്ള ഈ സ്വർണ്ണപ്പാളികളോ തകിടുകളോ എന്ത് കൊണ്ടുപോകുമ്പോഴും അതിന്റെ ഒരു പ്രൊസീജിയർ ഇല്ലേ? അത് വീഡിയോ റെക്കോർഡ് ചെയ്യണോ? എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? എന്താണ് അതിന്റെ? അല്ലെങ്കിൽ ആരുടെങ്കിലും കൊടുത്തുവിടുകയാണോ? പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണോ? അല്ല, നമ്മളിപ്പോ ഇതിന്റെ യഥാർത്ഥ നിയമം അനുസരിച്ച് ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. അതിന് ലിഖിതമായ നിയമങ്ങളുണ്ട്. ഞങ്ങൾ ആക്ടിലും റൂളിലും എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പണിയാണെങ്കിലും ദേവസ്വം പ്രിമിസസിനകത്ത് വെച്ച് ചെയ്യാവൂ. ഇത് എങ്ങനെ കൊടുത്തയച്ചു? അതൊരു ചോദ്യമാണ്. ചെന്നൈ കൊണ്ടുപോയത് തന്നെ നിയമവിരുദ്ധമാണ്. 2019 പോയാൽ ഇപ്പോഴും കൊണ്ടുപോയതോ അതുപോലെയാണ്? ഇപ്പൊ കൊണ്ടുപോയതും അതായത് 2023 ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് അതിനുശേഷം ഈ 23 ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കണമെന്ന്. അതവർ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. ഇപ്പൊ ചെയ്തിട്ടില്ല. അപ്പൊ അപ്പോഴും അങ്ങനെയാണ് കൊണ്ടുപോയത് സെക്യൂരിറ്റിയോടുകൂടി SIയും എല്ലാവരും ഉണ്ടായിരുന്നു. തിരുവാഭരണ കമ്മീഷണർ എല്ലാവരുമായിട്ടാണ് പോയത്. 19 പോയപ്പോ അതും ഇല്ലായിരുന്നു. 19 അതൊന്നും ഇല്ല. അവർ ഇളക്കി അങ്ങേരെ കൊടുത്തു, അങ്ങേരെ അങ്ങ് കൊണ്ടുപോയി. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ തെറ്റായിട്ടുള്ള റൂളിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സ്റ്റാറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള റൂളാണ്. ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്ത് സ്റ്റാറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പൊ ഒരു സ്റ്റാറ്റ്യൂട്ട് ചെയ്ത ഒരു റൂള് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് അമെന്റ് ചെയ്യണം. ആ റൂൾ അമെന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുത്തുവിടാം. അമെന്റ് ചെയ്യാതെ ബോർഡ് എങ്ങനെ ഈ ഓർഡർ ഇറക്കി? എങ്ങനെ ബോർഡിന് എങ്ങനെ അധികാരമുണ്ട്? ബോർഡിന് അധികാരമില്ല. ബോർഡെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റൂലല്ലോ. അന്ന് പത്മകുമാറായിരുന്നു ബോർഡ് പ്രസിഡന്റ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോ ജുഡീഷ്യൽ അന്വേഷണം വരുന്നുണ്ട്. അപ്പൊ ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ബാക്കി കാര്യങ്ങളും കൂടെ തെളിയും. ശബരിമലയിലെ ഈ എന്ത് കാണിക്കേ വന്നാലും നടപരമായി വന്നാലും അതെല്ലാം മഹസർ എഴുതി സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഹൈക്കോടതി ഇപ്പം പറയുന്നത് മഹസറല്ല, രജിസ്റ്റർ ഉണ്ട്. രജിസ്റ്ററിൽ തിരുവാഭരണം രജിസ്റ്റർ എന്ന് പറഞ്ഞ് 4 രജിസ്റ്റർ ഉണ്ട്. ഒരു രജിസ്റ്റർ സ്വർണ്ണം വെള്ളി, ഒരു രജിസ്റ്ററിൽ പട്ടുപരിവട്ടം, 3ാമത്തെ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭരണി പാത്രങ്ങൾ അറിയാമല്ലോ, 4ാമത്തേതെന്ന് പറഞ്ഞാൽ മറ്റിനം എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ ഐറ്റം. ഇങ്ങനെ 4 രജിസ്റ്റർ ഈ 1252 അമ്പലങ്ങളിലും ഉണ്ട്. അതിനകത്ത് സ്വർണം വരുമ്പോൾ സ്വർണത്തിന്റെ രജിസ്റ്ററിനകത്ത് എൻ്റർ ചെയ്യണം, നമ്പർ ബാറായിട്ട് ഇടണം. അത് വെരിഫൈ ചെയ്യണം. 3 മാസത്തിലൊരിക്കൽ കൂടുതൽ കുറവെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നെങ്കിൽ കുറവ്, ചേർക്കുന്നെങ്കിൽ കൂടുതൽ. ഈ കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെന്റ് തിരുവാഭരണ കമ്മീഷണർക്ക് അയച്ചു കൊടുക്കണം 3 മാസത്തിലൊരിക്കൽ. അത് റൂളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും 10-12 വർഷമായിട്ട് നടപ്പിലാക്കാറില്ല. അപ്പൊ ഇത് എൻട്രി ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള ആ രജിസ്റ്ററിന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പാടുമില്ല, ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല. ചേർത്തിട്ടില്ലെങ്കിൽ അത് വളരെ അതീവ ഗൗരവമായിട്ടുള്ള നടപടി പശകാണ്. ഈ ചാക്കുകളിലൊക്കെ അല്ലെങ്കിൽ ഒരു കിഴികളിലായൊക്കെ ആളുകൾ സ്വർണ്ണ നാണയങ്ങൾ തുട്ടുകളൊക്കെ കൊണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കോടതിയിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഈ പലതും എണ്ണാതെ ഈ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? അതൊന്നും ഉണ്ടാകത്തില്ല. അത് കിഴി കൊണ്ടുവന്നേരം അവർ ഭണ്ണാരത്തിൽ എറിയേ ഉള്ളൂ മിക്കവാറും. ആ ഭണ്ണാരം കൺവെയർ വഴി നേരെ ചെന്നിട്ട് അത് കൗണ്ട് ചെയ്യാൻ പോവും. ആ കൗണ്ട് ചെയ്തിട്ട് എടുക്കും. അല്ലെങ്കിൽ ഇതിനെ മുദ്രപ്പൊതിയാക്കിയിട്ട് സ്ട്രോങ് റൂമിൽ വെക്കും. ഈ 99 മുതൽ ഇത് പലതും രേഖപ്പെടുത്തുന്ന കോടതി പറയേണ്ട സാധ്യത എന്തുകൊണ്ടായിരിക്കും? അങ്ങനെയെങ്കിൽ എങ്ങനെ 99 മുതൽ പലതും രേഖപ്പെടുത്താതെ പോയിട്ടുണ്ട് എന്ന് കോടതി ഇന്നലെ പറയേണ്ട സാഹചര്യം എന്തായാലും? അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും അതിന്റെ ഒരു എക്സാമ്പിൾ.
അത് കണ്ടെത്തിക്കാണ് എസ് പിയുടെ റിപ്പോർട്ടിനകത്ത് അത് കൊടുത്തു കാണും. 99 വിജയ മല്യയുടെ അത് പറഞ്ഞിട്ടായിരിക്കാം. അല്ല, ആ വിജയ മല്യയുടെ കാലത്ത് ചെയ്തിട്ടുള്ള സാധനം റെക്കോർഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് എസ് പിയുടെ റിപ്പോർട്ട് അവിടെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ഒരു നിരീക്ഷണത്തിൽ എത്തിയത്. അല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഇരിക്കുന്ന കോടതിക്ക് അത് പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു ആധികാരിക രേഖ കിട്ടാതെ പറയില്ലല്ലോ. അപ്പൊ ഇത് എസ് പി നേരത്തെ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തിരിക്കുകയല്ലേ. ആ റിപ്പോർട്ടിനകത്ത് ഇത് പരിശോധിച്ചപ്പോഴത്തേക്ക് കണ്ടു കാണില്ല. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ സ്ട്രോങ് റൂം ശബരിമലയിലെല്ലാം തോന്നുന്നില്ല. ഇവിടെ ഈ എല്ലാ മുഴുവൻ വിലപിടിപ്പുള്ള കാര്യം ആറന്മുളയിലെ സ്ട്രോങ് റൂമാണ് സൂക്ഷിക്കുന്നത്. ഈ ശബരിമല ഭണ്ഡാരത്തിൽ വരുന്നത് അവിടെ ഈ കൌണ്ടിംഗ് റൂമിലേക്ക് മാറ്റിയതിനു ശേഷം സ്വർണ്ണം വെള്ളി വകകൾ മാറ്റി അത് ഈ സ്ട്രോങ് റൂമിലോട്ട് കൊണ്ടുപോയി. ദിവസത്തിനകത്ത് മാറ്റം അങ്ങനെ കൊണ്ടുപോയി. ഇല്ല, അത് തിരക്കുള്ള സമയത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി മാസർ എഴുതിയല്ലേ. അപ്പോഴും ഓരോ ദിവസം വരുന്ന ഡേ ടു ഡേ മാസർ എഴുതി റെക്കോർഡ് ചെയ്യാണ്. അപ്പൊ അതിനകത്തൊന്നും ചെയ്യാൻ ആ അളവ് തൂക്കി മാറ്റി പൊതിഞ്ഞ് സ്ട്രോങ് റൂമിലാക്കും. അത് ഈ സുരക്ഷയെ തന്നെ കൊണ്ടുപോകും വേണം. സുരക്ഷയിൽ തന്നെ കൊണ്ടുപോകണം. പോലീസിന്റെ പ്രൊട്ടക്ഷൻ. ചെറിയ ഐറ്റമൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ആണെങ്കിൽ പോലീസ് ഒന്നും കാണില്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ വരുമ്പോഴത്തേക്ക് ആറന്മുള കൊണ്ടുവയ്ക്കും. അങ്ങനെ വെക്കേ ഉള്ളൂ. അല്ലാതെ വലിയ ഐറ്റമൊക്കെ ആറന്മുള മാത്രമാണ് സ്ട്രോങ് റൂം ഉള്ളത്. അല്ല, ആറന്മുള ശബരിമലയുടെ സ്ട്രോങ് റൂമാണ്. ശബരിമലയും ആറന്മുള ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന അമ്പലങ്ങളിലെയും സ്ട്രോങ് റൂം. അത് അമ്പലങ്ങളുടെ പ്രത്യേകമുണ്ട്, ശബരിമലയുടെ അത് പ്രത്യേകമുണ്ട്. രണ്ടും രണ്ട് സൈഡിലാണ് സ്ട്രോങ് റൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മള് ഓരോ സ്ഥലത്തും സ്ട്രോങ് റൂം ഉണ്ട്. നെയ്യാറ്റിൻകരയുണ്ട്, വൈക്കത്തുണ്ട്, ഏറ്റുമാനൂരുണ്ട്. ഓരോ സ്ഥലത്തും അമ്പലത്തിൽ സ്ട്രോങ് റൂമുകളുണ്ട്. ഈ നേരത്തെയൊക്കെ ഈ ശബരിമലയിൽ നിന്നൊക്കെ ഈ ജീവനക്കാര് ചില കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ട് ചിലതൊക്കെ, ചിലതൊക്കെ അല്ലാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പല ആളുകളും നേരത്തെ കൊണ്ടുപോയിട്ട് അങ്ങനെ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ ഉണ്ടോ ശരിക്കും? ഈ ചെറിയ സ്വർണ്ണ നാണയങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും? ഞാൻ കേൾക്കട്ടെ, എല്ലാ സ്ഥലത്തും എത്ര സുതാര്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നാലും അതിനകത്ത് ചിലപ്പം ഈ പറഞ്ഞ പോലെ മോഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലുള്ള ഒരു വീഴ്ചയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇനി എത്രയൊക്കെ ക്യാമറയും മറ്റതുമൊക്കെ ഉണ്ടെങ്കിലും പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞാൽ പോലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ഇതൊരു വൈകാരികമായിട്ടുള്ള ഒരു ഇതാണ്. അതായത് എന്തെങ്കിലും കണ്ടാൽ എടുക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാർ, മനോവൈകല്യമാണ്. അപ്പൊ അതൊരു അവർക്കുള്ള ഒരു വൈകല്യമാണ്. അപ്പൊ അത് അവർ ആര് കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവരെടുക്കുന്നു. പിടിക്കണമെങ്കിൽ പിടിക്കപ്പെടട്ടെ എന്നുള്ളതാണ്. ഇത് വന്ന് വീഴുന്ന ഭണ്ഡാരമൊക്കെ വന്ന് വീഴുന്ന റൂമുണ്ടല്ലോ, കൌണ്ടിംഗ് റൂമൊക്കെ പറഞ്ഞു, അവിടെയൊക്കെ കർശന സുരക്ഷയില്ലേ? ആളുകൾ പുറത്തു പോകാൻ സ്കാനറും ഒക്കെ ഇല്ല. എങ്ങനെയാണ് വിവാദമായിട്ട് അടിവസ്ത്രം വരെ പരിശോധിക്കുന്നൊന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരിശോധിച്ചിട്ടാണ് അതിനകത്ത് വിടുന്നത്. തിരിച്ചു പോകുമ്പോഴും അങ്ങനെയാണ്. എളുപ്പമല്ല കൊണ്ടുപോകാൻ. ഇല്ല, അങ്ങനെ എളുപ്പമൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റൂല. അതിനകത്ത് തന്നെ 4 ചുറ്റും ക്യാമറയുണ്ട്. അത് ലൈവാണ്. വിജിലൻസിന്റെ റൂമിൽ അതിന്റെ ഇത് ലൈവായിട്ടുണ്ട്. എപ്പോഴാണ് പിടിക്കപ്പെടണമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഈ ചില ഞരമ്പ് രോഗികളുള്ളതുപോലെ ഇതിനും ചില അവർക്ക് കാണുമ്പോൾ എടുത്തോണ്ട് പോകണം എന്നുള്ളൊരു തോന്നൽ വരും, അവരെടുക്കും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആളെ സാറിന് ചെന്നൈ പോകുമ്പോഴോ പരിചയം, അല്ലെങ്കിൽ ശബരിമലയെ ബന്ധപ്പെട്ട്? ഇല്ല, വേറെ പരിചയങ്ങളൊന്നും എനിക്കില്ല. അയാൾ നേരത്തെ അവിടെ ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെ കേട്ടിട്ടും വരുന്ന ആളാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അയാൾ ശബരിമലയിൽ നേരത്തെയൊക്കെ വന്നുകൊണ്ടിരുന്ന ആളാണെന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ അയാളെ വേറെ ഒരു പ്രാവശ്യം കണ്ടിട്ടില്ല. ഇയാൾ ചെന്നൈയിൽ പോകുന്ന അവസരത്തിലാണ് ഇയാള് സ്പോൺസറാണ് ദേവസ്വം ബോർഡിന്. സ്പോൺസർ ചെയ്യാന്നും പറഞ്ഞ് ഇയാൾ അപേക്ഷ കൊടുത്താണല്ലോ ഓർഡർ കൊടുത്തത്. അതെ, ഇയാൾ മാത്രമാണോ വേറെ ആളുകളും ഉണ്ട്? ഇയാൾ മാത്രമായിട്ടാണ് സ്പോൺസർ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നും പറഞ്ഞുകൊണ്ട്, ബാംഗ്ലൂർ എന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇയാൾ പല ആളുകളിൽ നിന്നും പൈസ പിരിച്ചു എന്നൊക്കെ കേൾക്കുന്നു, പറയുന്നു. അതിപ്പോ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിയുമല്ലോ ആരൊക്കെ കൊടുത്തിട്ടുണ്ട്, എത്ര കൊടുത്തിട്ടുണ്ട്. അയാളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാനും കൂടെ പറഞ്ഞിരിക്കുകയല്ലേ. അതെ, കോടതി തന്നെ പറഞ്ഞു. അതെ, അത് അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇയാള് അവിടുന്ന് ഇയാൾ തന്നെ കൊണ്ടുപോയ കാര്യമാണ് പീഡം എന്ന് പറയുന്നത്. അന്ന് പീഡം സാർ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അത് പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെ ഒരു കോടതി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ഇയാളുടെ ഒരു ബന്ധു വീട്ടിൽ തന്നെ പിടിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്? അതെന്താണെന്ന് എനിക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, ചാനലുകാർക്ക് മനസ്സിലാവുന്നില്ല. ആർക്കും മനസ്സിലാവും. ഇയാൾ തന്നെ പറഞ്ഞ് ദേവസ്വത്തിനെ ഏൽപ്പിച്ചു, അത് കള്ളം പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അവിടുന്ന് എടുത്തു. എന്നിട്ട് അങ്ങനെ ഒരു സാധനം അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്ന് അയാൾ പറയുന്നത്. അത് എന്ത് ന്യായത്തിലാണ്? ചെന്നൈയിലും കൊണ്ടുപോയിട്ട് അടുത്ത ദിവസം കൊണ്ടുവന്നില്ല, വീണ്ടും 10-15 ദിവസം എവിടെയോ വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇത് ഇളക്കി കൊണ്ടുപോയിട്ട് ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞാണ് ഇത് അവിടെ കൊണ്ടു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ദുരൂഹത അയാളെ ചുറ്റിപ്പറ്റിയുണ്ട്. അതിപ്പം ഈ അന്വേഷണത്തിൽ അത് വ്യക്തമാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ്, അന്വേഷണത്തിൽ തന്നെയാണ് എല്ലാം വ്യക്തമാകേണ്ടത്. ഒരുപാട് ദുരൂഹതകളുണ്ട്. ശബരിമലയിൽ നിന്ന് ഇത്തരത്തിലൊരു സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പമൊന്നും ഇളക്കി കൊണ്ടുപോയി പ്ലേറ്റ് ചെയ്യേണ്ട, സ്വർണം പൂശേണ്ട കാര്യമില്ല. അത് ദേവസ്വം നിയമങ്ങൾ അത് അനുവദിക്കുന്നുമില്ല. കൊടിമരം അടക്കം അവിടെ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെയാണ് നേരത്തെ സ്വർണം പൂശിയത്. പിന്നെ എന്തുകൊണ്ട്
ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ എന്ന ആളുടെ പക്കൽ ഇത് കൊടുത്തുവിട്ടു, അതിനെന്ത് അധികാരമാണ് ദേവസ്വം ബോർഡിൽ അന്നത്തെ ഭാരവാഹികൾക്ക് ഉണ്ടായിരുന്ന കാര്യമാണ് അറിയേണ്ടത്. അടിമുടി ദുരൂഹത ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മോട് ഇദ്ദേഹം മുൻ തിരുവാഭരണ കമ്മീഷണർ കൂടി അദ്ദേഹം നമ്മോട് സംസാരിച്ചത്.